രാസപ്രവർത്തനങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഇരുദിശകളിലേക്ക് നടക്കുന്ന രാസപ്രവർത്തനം ഉഭയദിശ പ്രവർത്തനം എന്നറിയപ്പെടുന്നു. അഭികാരകങ്ങൾ ഉൽപ്പന്നങ്ങളായി മാറുന്ന പ്രവർത്തനത്തെ പുരോപ്രവർത്തനം എന്നും, എന്നാൽ ഉൽപ്പന്നങ്ങൾ അഭികാരകങ്ങളായി മാറുന്ന പ്രവർത്തനത്തെ പശ്ചാത് പ്രവർത്തനം എന്ന് പറയുന്നു. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നൈട്രജൻ ഹൈഡ്രജനുമായി സംയോജിച്ച് അമോണിയ ഫോം ചെയ്യുന്നു. അമോണിയ വിഘടിച്ചാൽ അത് നൈട്രജനും ഹൈഡ്രജനുമായിട്ട് മാറുന്നു. സെക്കൻഡ് വൺ, ഏകദിശ രാസപ്രവർത്തനം. അഭികാരകങ്ങൾ പ്രവർത്തിച്ചിട്ട് ഉൽപ്പന്നങ്ങളാവുകയും എന്നാൽ ഉൽപ്പന്നങ്ങൾ ഒരിക്കലും അഭികാരകങ്ങളായി മാറാതിരിക്കുകയും ചെയ്യുന്ന രാസപ്രവർത്തനം ഏകദിശ രാസപ്രവർത്തനം എന്ന് പറയുന്നു. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കാർബൺ ഓക്സിജനുമായി സംയോജിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നു. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഒരിക്കലും വിഘടിച്ച് കാർബണും ഓക്സിജനുമായി മാറുന്നില്ല. നെക്സ്റ്റ് എക്സാമ്പിൾ, ഹൈഡ്രജൻ അയോഡിനുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ അയോഡൈഡ് മോളിക്യൂൾ ഫോം ചെയ്യുന്നു. എന്നാൽ ഹൈഡ്രജൻ അയോഡൈഡ് മോളിക്യൂൾ വിഘടിച്ചൊരിക്കലും ഹൈഡ്രജനും അയോഡിനും ആയി ഒരിക്കലും മാറുന്നില്ല.